നഴ്സിംഗ് ഡയറക്ടറിന് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് അതും സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള ഏതാനും ചില ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ജനറൽ നഴ്സിംഗ് കോഴ്സുകളിലേക്ക് ഗവൺമെന്റ് തലത്തിലേക്ക് നമുക്ക് കോഴ്സുകൾ പഠിക്കുവാനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജൂലൈ മാസം 23-ാം തീയതി വരെയാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരിക. കേരളത്തിലുള്ള ഏകദേശം 18ഓളം വരുന്ന ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളിലേക്കാണ് ഈ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഓരോ ജില്ല തിരിച്ചിട്ടുള്ള ഓഫ്ലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ LBS വഴി ഓൺലൈൻ ആപ്ലിക്കേഷൻസ് വഴിയാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കുട്ടികൾക്കും ഒരേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് നൽകാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിരവധിയായിട്ടുള്ള റിസർവേഷൻസ് ആനുകൂല്യങ്ങളും ഈ പറയുന്ന ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളിലേക്ക് ആപ്ലിക്കേഷൻസ് നൽകുമ്പോൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ EWS, OBC അങ്ങനെയുള്ള പല സംവരണങ്ങളും നിങ്ങൾക്ക് ഇതിൽ കൂടെ ലഭിക്കുന്നതുമാണ്. ഗവൺമെന്റ് തലത്തിൽ 2 കാറ്റഗറി ആയിട്ടാണ്, അതായത് DHS ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്, DME ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അങ്ങനെ 2 ബോർഡിന്റെ കീഴിലായിട്ടാണ് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ DHSന്റെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജില്ലയ്ക്കും ഓരോ നഴ്സിംഗ് സ്കൂളുകൾ എന്ന നിലയിൽ 14ഓളം നഴ്സിംഗ് സ്കൂളുകളും കൊല്ലത്തുള്ള ആശ്രം നഴ്സിംഗ് സ്കൂള് എക്സ്ക്ലൂസീവ് SC/ST കുട്ടികൾക്ക് വേണ്ടിയും DHSന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ DHSന്റെ കീഴിൽ 15ഓളം നഴ്സിംഗ് സ്കൂളുകളാണ് ഉള്ളത്. ഇത് കൂടാതെ DME അഥവാ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള 3ഓളം വരുന്ന മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളോട് അനുബന്ധിച്ച് 3 നഴ്സിംഗ് സ്കൂളുകളാണ് ആകെ പ്രവർത്തിക്കുന്നത്. ഇത് SC/ST സ്റ്റുഡൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ANM അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് കോഴ്സുകളിലേക്കാണ് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറി വിഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ 400 രൂപയാണ് ജനറൽ നഴ്സിംഗിന് വേണ്ടി മാത്രം ആപ്ലിക്കേഷൻസ് നൽകേണ്ടതായിട്ട് വരിക. അതോടൊപ്പം തന്നെ ANM GNM കൂടെ കമ്പൈൻഡ് ആയിട്ട് ആപ്ലിക്കേഷൻ നൽകണമെങ്കിൽ 600 രൂപയായിരിക്കും നൽകേണ്ടതായിട്ട് വരിക. SC/ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇതിന്റെ നേർപകുതി ഫീസ് നൽകിയാൽ മതിയാകും. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആണ്, LBS സൈറ്റിൽ കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, അതിന്റെ റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻസ് നൽകുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ ആൺകുട്ടികൾക്കും ചെറിയൊരു ശതമാനം സീറ്റുകളും നീക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോയ്സിന് റിസർവേഷൻസ് കിട്ടുന്ന, നഴ്സിംഗിന് റിസർവേഷൻ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ജനറൽ നഴ്സിംഗ് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളിൽ ഉണ്ടാവുന്നത്. മാത്രമല്ല, ഇവിടെ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക്, ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി ലഭിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അവരില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള സ്ട്രീമുകളിൽ +2 കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകുന്നതിന് തടസ്സമില്ല, പക്ഷേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ സൗജന്യമായിട്ട് ഈ കോഴ്സ് പഠിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി കുട്ടികൾ, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള നിരവധി കുട്ടികൾ, ജനറൽ കാറ്റഗറി വിഭാഗത്തിലും റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിരവധി കുട്ടികൾ ഓരോ വർഷവും അപ്ലൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമാതീതമായിട്ട് മാർക്കുകളും ഉയർന്ന രീതിയിലാണ് കട്ട് ഓഫുകൾ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ 88-89% കട്ട് ഓഫിലായിരുന്നു ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളിലൊക്കെ ജനറൽ കാറ്റഗറി വിഭാഗത്തിലുമൊക്കെ കാണാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഇതിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് കൂടാതെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായിട്ടുള്ള പ്രൈവറ്റ് നഴ്സിംഗ് സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കോളേജുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ആപ്ലിക്കേഷൻസ് നൽകേണ്ടതായിട്ട് വരിക. കേരളത്തിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി ലഭിക്കുക. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ നിരവധി കുട്ടികളാണ് ഗവൺമെന്റിലും അതുപോലെ തന്നെ പ്രൈവറ്റിലും ജനറൽ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സയൻസ് കഴിഞ്ഞ കുട്ടികളെ പരിഗണിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റുള്ള സ്ട്രീമുകളിലുള്ള കുട്ടികൾക്ക്, അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയുള്ള സ്ട്രീമുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുക പോലും ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഏകദേശം അന്തിമ ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പല ബാച്ചുകളിലും 1-2 അങ്ങേറ്റം 1-2 അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില സീറ്റുകൾ മാത്രമാണ് മറ്റുള്ള സ്ട്രീമുകളിലുള്ള കുട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ള സ്ട്രീമുകൾ, അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയുള്ള സ്ട്രീമുകളിൽ പഠിച്ച കുട്ടികളാണോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തേക്കുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെയാണ് നിരവധി റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലോടുകൂടി നല്ല ക്ലിനിക്കൽ പ്രാക്ടിക്കൽസ് എല്ലാം ലഭിക്കുന്ന കോളേജുകളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം നിരവധി തട്ടിപ്പുകളും പുറത്തേക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും വ്യക്തമായിട്ട് മനസ്സിലാക്കി അത്യാവശ്യം നല്ല രീതിയിൽ അക്കാഡമിക് ക്വാളിറ്റിയും നല്ല ക്ലിനിക്കൽ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഒക്കെ നൽകുന്ന കോളേജാണോ, കുട്ടികളൊക്കെ നല്ല രീതിയിൽ സേഫ് ആയിട്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ
ഒരു നേഴ്സായിട്ട് പഠിച്ചിറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കോളേജുകളാണോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നിങ്ങൾ കോളേജുകൾ ഓപ്ഷൻസ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുവാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്തേക്കാണെങ്കിലും പ്രൈവറ്റ് കോളേജുകളിൽ പോലും സ്റ്റൈഫൻഡോടുകൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസും പല പ്രൈവറ്റ് കോളേജുകളിലും ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഫീസിൽ തന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ലോണോടുകൂടി തന്നെ നിങ്ങൾക്ക് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ചെറിയ ഫീസിൽ തന്നെ പഠിച്ചിറങ്ങാനായിട്ടും സാധിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് കേരളത്തിലായിക്കോട്ടെ കേരളത്തിന് പുറത്തേക്കായിക്കോട്ടെ ഏറ്റവും മികച്ച ലെവലിലുള്ള ഒരു നഴ്സിംഗ് സ്കൂളുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജുകളിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും വർഷത്തെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ രംഗത്തുള്ള അനുഭവം വെച്ചിട്ട് ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കുവാനായിട്ട് നമ്മൾ സഹായിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളെ കുറിച്ച് അറിയാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടികളാണെങ്കിൽ സ്റ്റൈഫൻ സ്കീമുകളിൽ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻസ് നേടുവാനായിട്ടും നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നതുമായിരിക്കും. ഇത് കൂടാതെ മറ്റൊരു കാര്യം സംഭവിക്കുന്ന കേരളത്തിൽ തന്നെ പല പ്രൈവറ്റ് കോളേജുകളിലും ഹൈ ഡൊണേഷന് 1 ലക്ഷം 2 ലക്ഷം ഡൊണേഷൻ മേടിച്ച് പോലും ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ നൽകുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ വല്ലാത്ത രീതിയിൽ നിങ്ങൾ ഫീസ് മുടക്കി ഈ ക്വാളിറ്റി ഇല്ലാത്ത കോളേജുകളിൽ പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നല്ല സ്റ്റാൻഡേർഡായിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഫീസ് അഫോർഡബിലിറ്റി ഉള്ള നല്ല കോളേജുകളിൽ പഠിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ കാണുന്ന ഒരു കാര്യം പ്രൈവറ്റ് മേഖലയിൽ മിക്കവാറും വരുന്ന കോളേജുകളിലൊക്കെ തന്നെ ബോയ്സിന് സീറ്റുകൾ നൽകാറില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ കുട്ടികൾ നേരിടാറുമുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു കോളേജ് നോക്കി നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവുക. ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ BSc പാരാമെഡിക്കൽ കോഴ്സുകൾ എടുക്കുന്നതിനേക്കാളും ഞാൻ കൂടുതൽ പ്രയോറിറ്റി നൽകുന്ന ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ്. കാരണം മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ കുട്ടികൾ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും നേരിടാറുണ്ട്. പ്രത്യേകിച്ച് കാർഡിയാക് കെയർ അതുപോലെ തന്നെ CBT അങ്ങനെയുള്ള വലിയ വലിയ ഹൈഫൈ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും നല്ല രീതിയിൽ ലോണുകളൊക്കെ എടുത്ത് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിലും ഗവൺമെന്റ് തലത്തിലും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഒക്കെ ആയിട്ട് നിരവധി ഓപ്ഷൻസും സ്റ്റാഫ് നഴ്സ് വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. വിദേശത്തേക്കാണെങ്കിലും പല കൺട്രീസിലും ഇപ്പോഴും ജനറൽ നഴ്സസിന് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മെഡിക്കൽ കരിയറിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ് ജനറൽ നഴ്സിംഗ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫർദർ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻസിന് പോയി പോസ്റ്റ് ബേസിക് MSc നഴ്സിംഗ് അങ്ങനെയുള്ള കോഴ്സുകൾ എടുത്ത് നിങ്ങൾക്ക് ടീച്ചിങ് കരിയർ രംഗത്തേക്കൊക്കെ പ്രവേശിക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ്. അപ്പോൾ 3 വർഷം കൊണ്ട് തന്നെ നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് മെഡിക്കൽ കരിയർ രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് ആയിട്ടാണ് ജനറൽ നഴ്സിംഗ് കോഴ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.